അൽഹംദുലില്ലാഹ്. മുസ്താജിക്ക് നാട്ടിൽ നിന്ന് ഈ പരിപാടിക്കായിട്ട് വന്നതാണ്. ഇന്ന് രാത്രി നാളെ രാവിലെ പോവുകയും ചെയ്യൂല ഇൻഷാ അല്ലാഹ്. ഇന്ന് ഈ പരിപാടിക്കായിട്ട് വന്നത് നാട്ടിൽ നിന്ന്. അല്ലാഹു തആല യാത്രയും തിരിച്ചു പോകുന്ന ഒക്കെ റബ്ബ് ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. മഖാം ഇബ്രാഹിം കാണുമ്പോൾ അലൈഹിസ്സലാം ഓർമ്മ വരുന്നത് ആ നടത്തമാണ്. ഹജ്ജിന് കുറെ നടക്കേണ്ടി വരും, അതിലേറൊക്കെ നടന്നൊരു കാലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സംസം കുടിച്ചിട്ട് വേണം സഫയിലേക്ക് മറവയിലേക്ക് നടക്കാൻ. സംസത്തിന്റെ അരികത്തേക്ക് എത്തുമ്പോഴേക്കും സംസം എന്താണ്? മാഉ സംസം ലിമാ ശുരിബ ലഹ്, എന്തുദ്ദേശിച്ച് നിങ്ങൾ കുടിക്കുന്നുവോ അതിനുള്ളതാണ് സംസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുദ്ദേശം ഇതിനുള്ളതാണ്? ഭക്ഷിക്കാൻ ആവശ്യമായ ഭക്ഷണമാണ് സംസം, രോഗികൾക്ക് ശിഫയാണ് സംസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉംറക്ക് പോയാല് നമ്മൾ സംസം മാത്രം കുടിച്ച് പള്ളിയിലിരുന്നാല് വിശപ്പുണ്ടാവില്ല, മൂത്രമൊഴിക്കാൻ പോകും വേണ്ട. ഇടയ്ക്കൊരു മിനറൽ വാട്ടർ കുടിച്ചോ പോയേക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് സംസം കുടിച്ചു, കാരക്കും കഴിച്ചു, ഇടയ്ക്ക് ആരെങ്കിലും കൊണ്ടുവന്നൊരു ഗ്ലാസ് കാപ്പിയും കൂടെ ചൂട് കിട്ടിയപ്പോൾ കുടിച്ചാൽ പ്രശ്നമായി. പിന്നെ ടോയ്ലറ്റ് പോകണം, പുറത്ത് പോകണം. ആ സംസം കുടിച്ചോടെ ഇരുന്നോ, ഒരു കുഴപ്പമില്ല. അത് ഭക്ഷണമാണെന്നാണ്. വിശപ്പ് അറിയില്ല. എന്താ മത്താഫിന്ന് ഇറങ്ങിയ പിന്നെ KFC ആണ് തൊട്ടുമുമ്പില്. നമ്മുടെ ജങ്ക് മൈൻഡ്, ജങ്ക് ഫുഡ്. അവിടെ എത്തിയിട്ട് ഈ ജങ്ക് മൈൻഡ് തന്നെ ജനറേറ്റ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അൺഹെൽത്തി ഫുഡാണ് മൊത്തം, ഒക്കെ ബ്രോസ്റ്റാ. എന്താ ഈ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ? അൺഹെൽത്തി, ഒരിക്കലും ആരോഗ്യപരമല്ലാത്ത ഭക്ഷണം. ഇതാണ് മക്കയിൽ ഇന്ന് കൊടുക്കുന്നത്. എന്താ പക്ഷേ അതിനെന്നെ ക്യൂ ആണ്. സംസം കുടിക്കുക. രോഗത്തിന് ശിഫ അതിലുണ്ട്. എത്രയോ അനുഭവങ്ങൾ അങ്ങനെ ഉലമാ പറ. വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ പോയിക്കോ, ഉംറക്ക് പോയി, ഹജ്ജിന് പോയി, സംസല്ലാതെ വേറെ ഒന്നും കുടിക്കേണ്ട, ഒന്നും കഴിക്കേണ്ട, ശിഫ ഉണ്ടാവുന്ന. മനസ്സിൽ എന്ത് വിചാരിച്ചു കുടിക്കുന്നുവോ അതിനുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സംസം കുടിച്ചപ്പോൾ പറഞ്ഞു പോയത്, റബ്ബി സിദ്നി ഇൽമാ വഹിൽമൻ വഫഹ്മൻ വഅഖ്ല. അല്ലാഹുവേ, വിജ്ഞാനവും ഇൽമും ബുദ്ധിയും എനിക്ക് വർദ്ധിപ്പിക്കണമേ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കുടിച്ചപ്പോൾ പറഞ്ഞത്, യാ അല്ലാഹ്, എനിക്ക് ഈമാൻ വർദ്ധിപ്പിക്കണമേ, എനിക്ക് ഒരുപാട് ഇൽമു തരണമേ, എന്നെ സ്വർഗ്ഗത്തിൽ കടത്തണമേ. അവർ പറയുമായിരുന്നു, 2 അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, ഇനി 3ാമത്തതും തരുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈൽ ഇറാഖിയുൽ മസ്രി റളിയല്ലാഹു തആല അൻഹു. 2 തന്നു, ഒരുപാട് ഇൽമു തന്നു അല്ലാഹു. എന്റെ ഈമാനും വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി സ്വർഗം കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കിട്ടും തന്നെയാണ് പ്രതീക്ഷ. അല്ലാത്ത സംഭവമല്ലേ? എന്തുദ്ദേശിച്ചു കുടിക്കൂ അതിനുള്ളതാണ്. നിങ്ങൾ സംസം ധാരാളം കുടിക്കണേ. ശരീരം നിറയുവോളം കുടിക്കണം. അങ്ങനെ കുടിക്കാൻ ശരീരത്തെ നിർബന്ധിപ്പിക്കണം. എന്റെ മുനാഫിഖീങ്ങൾക്ക് ഇത് വയറ് നിറച്ച് കുടിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് 1 കപ്പ് 2 കപ്പ് അത്രേ വയറ് നിറച്ച് എന്ന സർവ്വ ഞരമ്പും സംസം കൊണ്ട് നനഞ്ഞു എന്നങ്ങ് തോന്നുന്ന വിധം വയറ് നിറച്ചു കുടിക്കാൻ പറഞ്ഞതാ സംസം. വേറെ എവിടെ നബി തങ്ങൾ വയറ് നിറച്ച് കുടിക്കാനും തിന്നാനും പറഞ്ഞിട്ടില്ല. സംസം അങ്ങനെ കുടിക്കണം എന്നാ. അത് മാത്രമല്ല, നമ്മുടെ ഫുഖഹാക്കൾ പറയുന്നു അതിന്റെ ആദാബുകൾ പെട്ടത് തന്നെയാണ്. ആ സംസം കുടിച്ചിട്ട് മുഖം ഒന്ന് കഴുകുക, നെഞ്ചിന്റെ ഭാഗം ഒന്ന് കഴുകുക. പെണ്ണുങ്ങൾക്കല്ലേ, ആണുങ്ങൾക്ക് പിന്നെന്ത് ചെയ്യുക? തലഭാഗം, തലയിലേക്കും വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരൽപ്പം തല തടവുക, തല കഴുകുക. സംസം കൊണ്ട് ഒരു കുഴപ്പമില്ല, പുണ്യമുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉലമാ. അതൊന്ന് കുളിക്കണം എന്നല്ലേ? ഇനി കുളിക്കാത്തവരൊക്കെ ബ്രഷ് ഉപയോഗിച്ചിട്ട് അവിടെ ചെന്നിട്ടേ അതല്ലേ ഈ പറഞ്ഞത്. പുണ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക? തലയിലോട്ട് ഒരൽപ്പം, ശരീരത്തിലേക്ക് ഒരൽപ്പം, മുഖം കഴുകുക, നന്നായി കുടിക്കുകയും ചെയ്യാം. എന്താണ് സംസം? ഒരു കുഞ്ഞിനെയല്ലേ അത് ഓർമ്മിപ്പിക്കുന്നത്? പിഞ്ചു പൈതലിനെ. പിഞ്ചു പൈതൽ. ആ പൈതലിന് വെള്ളത്തിന് വേണ്ടി ഓടിയതാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. ഹാജറ ബീവി അല്ല, എന്താണ്? ഹാജർ ബീവി. ഹാജർ എന്നുള്ളൂ, ഹാജറാന്നില്ല. ഹാജർ. ഹാജർ റളിയല്ലാഹു അൻഹാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. അന്നൊരിക്കൽ
അല്ലെ? മക്കയിലേക്ക് വന്ന് വെള്ളം എല്ലാം തീർന്നപ്പോ ആരുമില്ല ഇവിടെ. റബ്ബനാ അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. യേശുവേ, നിന്റെ പരിശുദ്ധമായ ഭവനം വരാൻ പോകുന്നിടത്ത്, നിന്റെ പരിശുദ്ധമായ ഭവനം നിന്നിടത്ത്, നമ്മുടെ കഅബല്ല, പക്ഷേ നിന്റെ കഅബത്തിന്റെ അടുത്ത് നിന്ന് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥന, ഞാൻ അവിടെ താമസിപ്പിച്ചു പോരാണ് റബ്ബേ, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നീ കൊടുക്കണം, നീ അവരെ സംരക്ഷിക്കണം, മനസ്സുകൾക്കുള്ളിൽ ഒരു സ്നേഹം വരണം, എനിക്ക് കഅബയൊന്ന് കാണണമെന്ന് ജനങ്ങളുടെ മനസ്സിന് വജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, മനസ്സുകൊണ്ട് അങ്ങോട്ട് എത്താൻ ഒരു കൊതി തോന്നുന്ന വിധം കുറച്ചാളുകളെ നീ സജ്ജമാക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടത്, മക്കയിലെ ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾ 2/3, 3/2 ഭാഗവും ആളുകൾ മുമ്പൊരിക്കൽ വന്നുപോയവരാണ്. 1/3 പുതിയ വിസിറ്റേഴ്സ് ഉള്ളൂ, പുതിയ ഹജ്മാർ, പുതിയ മുഅ്തമിരീങ്ങൾ. മൊത്തം 3 മില്യൺ വന്നാൽ അത് 1 മില്യനെ പുതിയ ആൾക്കാർ, ബാക്കി 2 മില്യൺ മുമ്പൊരിക്കൽ വന്നവരാണ്. എല്ലാ വർഷം പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ 5 വർഷത്തിലൊരിക്കൽ പറ്റുന്നുള്ളൂ, അതുകൊണ്ട് പോവാത്തവർ, സാധിക്കാത്ത, പക്ഷെ ആഗ്രഹമുണ്ട്. അള്ളാഹു മനസ്സിലൊരു കൊതി കൊടുക്കും മക്കയെ കാണാൻ, കഅബയെ കാണാൻ. ഇത് ഈമാനിന്റെ അടയാളമാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബ്. മക്കയെ കാണുമ്പോൾ ഒരു കൊതി തോന്നാൻ. അത് നമ്മള് പിക്നിക്കിന് പോകുന്ന സ്ഥലമല്ലല്ലോ, അതുകൊണ്ട് അവിടുത്തെ സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റി അതൊന്നും നോക്കണ്ട. പോകുന്നത് കഅബയെ കാണാനാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഒരുപാട് മെസ്സേജുകൾ തരികയാണ്. ഹാജറ ബീവി ഓടിയ ഓട്ടമാണത്. ആ മസ്അയിൽ 2 ഗ്രീൻ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്, 2 ഗ്രീൻ ലൈറ്റ് അല്ലേ? അവിടെ പുരുഷന്മാർക്ക് ഒരൽപ്പം ധൃതിയിൽ നടക്കൽ സുന്നത്തുണ്ട്. ഓട്ടമത്സരം നടത്തരുത്, അവിടെ ഓടാനുള്ള സ്ഥലമല്ല. എന്ത് ചെയ്യാ? ഒരു ധൃതിയിൽ, റംൽ എന്ന് പറയും, ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കുക പറ്റുമെങ്കിൽ. പെണ്ണുങ്ങൾ ഓടാൻ പാടില്ല, ഫാസ്റ്റ് ആയിട്ട് നടക്കാനും പാടില്ല. അവർ സാധാ നടന്നാൽ മതി. അതാണ് അവർ ചെയ്യേണ്ടത്. പെണ്ണുങ്ങൾ ഓടണ കാണാം അവിടെ സോനെ, ആണുങ്ങൾ ഓടുമ്പോൾ പെണ്ണുങ്ങൾ കൂടെ ഓടണം, ചെയ്യരുത്. പുരുഷന്മാർക്കവിടെ ഒരൽപ്പം വേഗതയിൽ നടക്കൽ സുന്നത്തുണ്ട്. സഈ കഴിഞ്ഞു വരുമ്പോഴേക്കും സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്തൊരു ഭർത്താവിന് സ്നേഹം തുടങ്ങും. സ്വന്തം ഉമ്മയോട് പിണങ്ങിക്കഴിയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഉമ്മയുടെ സ്നേഹം തിളച്ചു മറിഞ്ഞു വരണം. അതാണ് സഈ. എന്തേന്നറിയോ? വെള്ളം കിട്ടാതെ കുഞ്ഞ് കരഞ്ഞപ്പോ, ഇസ്മാഈൽ നബി അലൈഹിസ്സലാം കരഞ്ഞപ്പോ, എന്റെ കുഞ്ഞിനൊരൽപ്പം വെള്ളം കിട്ടാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി സഫയുടെ മുകളിൽ കയറിയ ഹാജർ റളിയല്ലാഹു അൻഹ, യാത്രക്കാർ വരുന്നുണ്ടോ? അന്ന് യമനികളാണ്, കച്ചവടക്കാർ, സിറിയയിലേക്ക് പോകും മക്ക വഴി. അങ്ങനെ വരുന്നുണ്ടോ? ആരുമില്ല. ഞാനൊന്ന് ഓടട്ടെ. താഴെ ഇറങ്ങി ഈ നിരപ്പായ പച്ച ലൈറ്റ് ഇന്ന് വെച്ചിട്ടുള്ള ആ ഭാഗത്തെത്തിയപ്പോ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്ന സ്ഥലമാണത്. ആ കരച്ചിൽ കേട്ടപ്പോൾ ധൃതി പിടിച്ച് ഓടിയ ഉമ്മയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. ഒരു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യം, ഉമ്മ കാണിച്ച സ്നേഹം, കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ധൃതി പിടിച്ചോടിയ ഭാഗത്താണ് അല്ലാഹു നമ്മളോട്, നിങ്ങളും അതൊന്ന് ഓർത്തു നോക്കിൻ പുരുഷന്മാരെ. ഉമ്മമാർക്കത് അറിയാലോ, അതുകൊണ്ട് ആണുങ്ങളോട് ഓടാൻ പറയണം. സുബ്ഹാനല്ലാഹ്, ധൃതി പിടിച്ച് നടക്കാൻ പറഞ്ഞത്. നിങ്ങൾക്കത് അറിയുന്നില്ല അല്ലേ? ഉമ്മ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഭാര്യ പ്രസവിച്ചു, കുട്ടിക്ക് പേരിട്ട്. നമ്മൾ വാപ്പയായി. വാപ്പ എന്താ സഹിച്ചത്? ഉമ്മ സഹിച്ചതിന്റെ 1,00,000 അറിഞ്ഞോ? എന്തെങ്കിലും അറിഞ്ഞോ? സ്വന്തം ഭാര്യ കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴുള്ള ത്യാഗവും വിഷമവും ഉറക്കൊഴിക്കലും മസില് കയറലും ഉറക്കം നഷ്ടപ്പെടലും ഛർദിയും പ്രയാസം ഇതൊക്കെ പുരുഷൻ അറിഞ്ഞിട്ടുണ്ടോ? അതൊന്ന് വിളിച്ചറിയിക്കാൻ ഉമ്മയുടെ മാതൃസ്നേഹം വിളിച്ചറിയിക്കുന്ന ഭാഗമാണല്ലോ സഫയും മറുവയും. അതല്ലേ ചരിത്രം. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്ത് ധൃതി പിടിച്ചോടി, പിന്നങ്ങ് നടന്ന് മറുവയിൽ കയറി നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ? ആരുമില്ല. പ്രച്ചോനെ ഇപ്പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടാകും, എന്റെ കുഞ്ഞു മരിക്കുമല്ലോ വെള്ളം കിട്ടാതെ, ഞാനൊന്ന് ഇറങ്ങി ഓടട്ടെ. തിരിച്ചു നടന്നു. അങ്ങനെ 7 പ്രാവശ്യം ഓടിയ ഓട്ടമാണ് സഈ. ഇത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു, ഭാര്യമാരോട് പിണങ്ങി കഴിയുന്നവരോക്കൊന്ന് നന്നാവാനും, ഉമ്മയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാവാത്തവൻ ഉംറ കഴിഞ്ഞു വന്നാൽ ഉമ്മയെ അതിരറ്റ് സ്നേഹിക്കുന്നവനായി മാറാനും അല്ലാഹു ചെയ്തു വെച്ച ഉമ്മത്തിന്റെ പാഠമല്ലേ സഈ? പാഠല്ലേ അത്?
ആ പിഞ്ചു പൈതലിന്റെ കാലിനടിയിൽ നിന്നല്ലേ സംസം വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ചിറകുകൊണ്ട് ഒന്ന് തോണ്ടിയെടുത്തുവെന്നാണ് ചരിത്രം. അവിടുന്ന് വന്ന ഭാഗമാണ് സംസം, ശുദ്ധമായ ആ ഉറവ. ഇന്ന് അവിടെല്ലേ മില്യൺ കണക്കിന് ഗാലൻ ഒരു ദിവസം അടിച്ചെടുക്കുന്നത്, വറ്റാത്ത ഉറവ. അത് മാത്രം പോരെ ഇസ്ലാമിന്റെ ദീനിന്റെ അത്ഭുതം പറയാൻ? മക്കയിൽ ആ ഒരു കിണർ സംസം, അതുപോലത്തെ ഒരു കിണർ വേറെ ലോകത്തില്ലല്ലോ, വറ്റാത്തൊരു കിണർ. സുബ്ഹാനല്ലാഹ്. സംസം കുടിക്കുന്ന നേരത്ത് ഓർമ്മ വരേണ്ടത് ഒരു കുഞ്ഞിന്റെ ചരിത്രമാണ്, ഒരു ഉമ്മയുടെ ചരിത്രമാണ്, വേവലാതിപ്പെട്ട് ഓടിയ ഉമ്മ ചെയ്ത സേവനത്തിന്. അതുകൊണ്ട് വഖുൽ, ഓരോരുത്തരും പറയണേ, റബ്ബിർഹംഹുമാ, പടച്ചവനെ എന്റെ ഉമ്മാക്കും വാപ്പാക്കും റഹ്മത്ത് ചെയ്യണമേ, കമാ റബ്ബയാനി സഗീറാ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നോട് എന്റെ ഉമ്മ ചെയ്ത സേവനത്തിന് പകരം, ഞാൻ രോഗിയായപ്പോ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയ എന്റെ വാപ്പ, എനിക്ക് മരുന്ന് കൊണ്ടുവന്ന പിതാവ് എന്നോട് ചെയ്ത കാരുണ്യമാണത്. എനിക്ക് മരുന്നവർ വായിൽ വെച്ച് തന്ന് കുടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ. പക്ഷെ എനിക്ക് മരുന്ന് തന്നവർ, ഭക്ഷണം തന്നവർ, എന്നെ ഊട്ടിയവർ, ഉറക്കിയവർ, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. യുദ്ധത്തിന് പോകട്ടെ നബിയെ, ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. യമനിൽ നിന്ന് വന്ന ഒരാളായിരുന്നു അത്. നബിയെ, അള്ളാഹു ധർമ്മസമരത്തിന് ചെയ്ത ആ ഒരു പ്രതിഫലം ഞാൻ കേട്ടു, ഞാൻ പോവുകയാണ്. റെഡിയാണോ? റെഡിയാണ്. അലക്ക വാലിദാൻ, നിങ്ങൾക്ക് ഉമ്മയും വാപ്പയുണ്ടോ? ഒരാളുണ്ട്. ആരാണുള്ളത്? ഉമ്മയുണ്ട് നബിയെ. വേറെ ആരെങ്കിലും ഉണ്ടോ ഉമ്മയെ നോക്കാൻ? ഞാൻ ഒരു മകനേ ഉള്ളൂ. ഓ, ഉമ്മാക്ക് ചെന്ന് സേവനം ചെയ്യ്. നിന്റെ ധർമ്മസമരം നീ ഉമ്മാക്ക് ചെയ്യുന്ന ഖിദ്മത്താണ്. നമുക്ക് അങ്ങനെയൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ജോലി വലുതായിരിക്കാം, നമ്മുടെ ബിസിനസ് വലുതായിരിക്കാം, നമ്മുടെ എല്ലാ ഏർപ്പാടുകളും വലുതായിരിക്കാം. നമ്മുടെ ഉമ്മയെ നോക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ലാത്ത നേരം ഇതുപേക്ഷിച്ച് വരെ ഉമ്മയെ ഖിദ്മത്ത് ചെയ്യാൻ പോകേണ്ടി വരും. ഈ തിരിച്ചറിവ് ഉംറ കൊണ്ടും ഹജ്ജ് കൊണ്ടും അല്ലാഹു നൽകുകയാണ്. ഉമ്മയെ ചെന്ന് നോക്ക്. നിന്റെ ധർമ്മസമരം എവിടെയാണ്? നിനക്ക് അല്ലാഹു നൽകുന്ന കൂലി എവിടെയാണ്? അപ്പോ സംസം കുടിച്ചപ്പോൾ കുഞ്ഞ്, സഫാമറയിൽ ഓടിയപ്പോൾ മാതൃസ്നേഹമുള്ള ഒരു ഉമ്മ, കഅബയെ കണ്ടപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. മാഷാ അല്ലാഹ്, കുടുംബമാണ് അല്ലാഹു ഈ ഹജ്ജിലൂടെ പഠിപ്പിക്കുന്നത്. എല്ലാം കുടുംബബന്ധമാണ്. ആ സ്നേഹനിധിയായ ഒരു ഭാര്യ, അല്ലാഹുവിനെ സ്നേഹിച്ച ഭാര്യ, അല്ലാഹുവിനെ സ്നേഹിച്ച മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം.